അങ്ങനെ 2023 വർഷം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒരുപാട് നല്ല സിനിമകൾ കണ്ടു, ഒരുപാട് തല്ലിപ്പൊളി പടങ്ങളും കണ്ടു. ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ നാടകങ്ങൾ ഉൾപ്പെടെ എല്ലാ ഭാഷകളും കൂട്ടിയാൽ, അതായത് ഇന്ത്യൻ മാത്രമല്ല നോൺ ഇന്ത്യൻ ഫിലിംസും കൂടെ കൂട്ടിയാൽ ഒരു 206 സിനിമകളെങ്കിലും ഞാൻ ഈ വർഷം കണ്ടിട്ടുണ്ട്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും എനിക്ക് ഇഷ്ടപ്പെട്ട തിരഞ്ഞെടുത്ത 20 ഇന്ത്യൻ സിനിമകളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. കൂടാതെ ഒരു 10 സ്പെഷ്യൽ മെൻഷനുകളും ഞാൻ പറയും. അങ്ങനെ മൊത്തം 30 മികച്ച ഇന്ത്യൻ സിനിമകൾ. സോ ടോപ്പ് 20 ആണോ ടോപ്പ് 30 ആണോ? ബൈ ദ ബൈ ഇതിന്റെ പേഴ്സണൽ ലിസ്റ്റ് ആണ് കേട്ടോ, അപ്പോൾ എന്റെ ഓർഡറും പേഴ്സണൽ ആയിരിക്കും. സോ ഫസ്റ്റ് നമുക്ക് ആ ഒരു 10 സ്പെഷ്യൽ മെൻഷൻ പടങ്ങൾ പറയാം. മാവീരൻ, വ്യത്യസ്തമായ ഒരു സൂപ്പർ ഹീറോ മൂവി. ശിവകാർത്തികേയൻ, സരിത തുടങ്ങിയവരുടെ നല്ല പെർഫോമൻസ്. പടം ആമസോൺ പ്രൈമിൽ കാണാം. ഗരുഡൻ, ബിജു മേനോന്റെ കിടിലൻ പെർഫോമൻസ് ഉള്ള സിനിമ. സുരേഷ് ഗോപി നായകനായ ചിത്രം. നല്ലൊരു ത്രില്ലർ സിനിമയാണ്. ഇത് ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓ ബേബി, രഞ്ജൻ പ്രമോദിന്റെ ഓ ബേബി. ജാതി രാഷ്ട്രീയം, മേലാള കീഴാള വിവേചനം ഇവയൊക്കെ ഇപ്പോഴും ശക്തമാണെന്ന് പറഞ്ഞ സിനിമയാണ്. ഇടുക്കിയുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഒരു റിയലിസ്റ്റിക് പടം, പക്ഷേ OTT-യിൽ റിലീസ് ആയിട്ടില്ല. ലിയോ, ഈ വർഷത്തെ കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിച്ച സിനിമ. പടം പലർക്കും ഇഷ്ടമായില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഈ ലോകേഷ് കനകരാജ് വിജയ് പടം നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാൻ സാധിക്കും. ഫീനിക്സ്, കഴിഞ്ഞ വർഷത്തെ മികച്ച ഒരു ഹൊറർ ത്രില്ലർ സിനിമ. നല്ലൊരു പ്രണയകഥ കൂടി തുന്നിച്ചേർത്ത ചിത്രം പ്രൈം വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മധുര മനോഹര മോഹം, രജിഷ വിജയന്റെ ക്ലീഷേ ബ്രേക്കിംഗ് നായിക കഥാപാത്രമാണ് ഈ പടത്തിന്റെ ഹൈലൈറ്റ്. സിനിമ HR OTT-യിൽ നിങ്ങൾക്ക് കാണാം. മന്ത് ഓഫ് മധു, സ്ലോ പേസിൽ പറഞ്ഞു പോകുന്ന വളരെ ലോൺലി ആയ 3 കഥാപാത്രങ്ങളുടെ കഥയാണ് ഈ തെലുങ്ക് സിനിമ പറയുന്നത്. സ്വാതി റെഡ്ഡിയുടെ കിടിലൻ പെർഫോമൻസ്. മാമന്നൻ, ഫഹദ് ഫാസിൽ, വടിവേലു എന്നിവരുടെ ഗംഭീര പ്രകടനമുള്ള സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥകൾക്ക് നേർക്കാഴ്ചയായിട്ടുള്ള ഒരു തമിഴ് ചിത്രം. പ്ലാറ്റ്ഫോം നെറ്റ്ഫ്ലിക്സ്. ഖോ ഗയേ ഹം കഹാ, മോഡേൺ ലൈഫ് സോഷ്യൽ മീഡിയ അഡിക്ട്സിന്റെയും പുതുയുഗ പ്രണയ തകർച്ചകളുടെയും ഒക്കെ കഥ മനോഹരമായിട്ട് പറഞ്ഞ ഹിന്ദി സിനിമ. നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് കാണാം. പുരുഷപ്രേതം, പ്രശാന്ത് അലക്സാണ്ടറിന്റെ ഗംഭീര പെർഫോമൻസ് ഉള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു പോലീസ് പ്രൊസീജറൽ ഡ്രാമയാണ് ഈ സിനിമ. സിനിമ നിങ്ങൾക്ക് സോണി ലിവിൽ കാണാം. ഈ 10 സിനിമകളും ഒട്ടും മോശമൊന്നുമല്ല കേട്ടോ, പക്ഷെ ഒന്നുകൂടി കൂട്ടിയും ഗുണിച്ചും ഹരിച്ചും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ചെറിയ ചില കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ എന്തുകൊണ്ടോ ബെസ്റ്റ് 20-ൽ നിന്നും പുറത്തായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ബെസ്റ്റ് 20 ഇന്ത്യൻ മൂവീസ്. നമ്പർ 20, വേല. പോലീസ് കൺട്രോൾ റൂമിൽ നടക്കുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ച് വളരെ റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞ എന്നാൽ വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ ആയിരുന്നു വേല. മികച്ച സ്ക്രിപ്റ്റ്, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സണ്ണി വെയിന്റെ കിടിലൻ പെർഫോമൻസ് എടുത്തു തന്നെ പറയണം. ഷെയ്ൻ നിഗം, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരും നന്നായിട്ടുണ്ടായിരുന്നു. കുത്തിത്തിരുകാത്ത വിധത്തിൽ പൊളിറ്റിക്സ് പറഞ്ഞ അങ്ങനെ ഈ വർഷത്തെ ഒരു മികച്ച ചിത്രം കൂടിയാണിത്. ശ്യാം ശശിയാണ് സംവിധാനം. സിനിമ OTT-യിൽ ഇതുവരെ റിലീസ് ആയിട്ടില്ല. നമ്പർ 19, രോമാഞ്ചം. ഈ വർഷം ആദ്യം തിയേറ്ററുകളിൽ റിലീസായി നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു കോമഡി ഹൊറർ ത്രില്ലർ സിനിമയായിരുന്നു രോമാഞ്ചം. OTT റിലീസായി വന്നു കഴിഞ്ഞപ്പോൾ പലരും ഇതെന്ത് പടമാണ് എന്നൊക്കെ പറഞ്ഞ് ട്രോളുന്നൊക്കെ കണ്ടു. പക്ഷെ തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട, എൻജോയ് ചെയ്ത ഒരു സിനിമയാണ്. സുഷീൻ ശ്യാമിന്റെ BGM-ഉം മ്യൂസിക്കും പാട്ടുകളും എടുത്തു തന്നെ പറയണം. തിയേറ്ററിൽ ആ മ്യൂസിക് നൽകിയ ഓളം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. അതൊന്നും OTT കണ്ടാ കിട്ടുകയല്ല എന്റെ മോനെ. സംവിധാനം ജിത്തു മാധവൻ. പടം Disney+ Hotstar-ൽ അവൈലബിൾ ആണ്. നമ്പർ 18, 2018. 2018-ൽ നമ്മൾ നേരിട്ട പ്രളയത്തിന്റെ ഗംഭീരമായിട്ടുള്ള ചലച്ചിത്രാവിഷ്കാരം. ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ ഇന്റർനാഷണൽ ലെവലിൽ പ്രളയ സീനൊക്കെ ഒരുക്കിയ ജൂഡ് ആന്റണി ജോസഫിനെയും ടീമിനെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഗംഭീരമായ തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ സിനിമയാണ്. 2018 പ്രളയകാലത്ത് ജീവിതത്തിലും സിനിമയിലും ടൊവിനോ ഹീറോ ആയി മാറി പ്രേക്ഷകരെ കയ്യിലെടുത്ത ചിത്രമാണ്. പടം സോണി ലിവിൽ നിങ്ങൾക്ക് കാണാം. നമ്പർ 17, സിർഫ് ഏക് ബന്ദാ കാഫി ഹേ. ഒരു യഥാർത്ഥ സംഭവത്തെ ബേസ് ചെയ്ത് ബ്രില്യന്റ് ആയിട്ട് രചിച്ച് പിക്ചറൈസ് ചെയ്ത ഒരു കോർട്ട് റൂം ഡ്രാമയാണിത്. മനോജ് ബാജ്പേയിയുടെ കിടിലൻ പ്രകടനം. ആൾദൈവങ്ങളിൽ അന്ധമായി വിശ്വസിക്കുന്ന മനുഷ്യരുടെ ടോക്സിസിറ്റി ഒക്കെ സിനിമ തുറന്നു പറയുന്നുണ്ട്. C5-ൽ ഡയറക്റ്റ് OTT ആയിട്ട് റിലീസ് ചെയ്ത സിനിമയാണിത്. നമ്പർ 16, ഫാലിമി. നിതീഷ് സഹദേവ് സംവിധാനം ചെയ്ത മികച്ച ഒരു കൊച്ചു ചിത്രമാണിത്. അത്യാവശ്യം ചിരിപ്പിക്കുകയും ഇമോഷണലി ടച്ച് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു ഫീൽ ഗുഡ് ഫാമിലി മൂവി. ജഗദീഷ്, മീനരാജ് പള്ളുരുത്തി, മഞ്ജു പിള്ള, ബേസിൽ, സന്ദീപ് പ്രദീപ് എന്നിവരുടെ നല്ല പ്രകടനം. പടം ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. നമ്പർ 15, ഇരട്ട. പോയ വർഷം കണ്ടതിൽ ഒരു ഷോക്കിംഗ് ക്ലൈമാക്സ് നൽകിയ സിനിമയാണ്. മരണം സംഭവിച്ച കാരണം, TV-യിലെ ആ പാട്ടൊക്കെ നൽകിയ ഒരു അസ്വസ്ഥത പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു കൊറിയൻ പടം കാണുന്ന ഒരു ഫീൽ ആയിരുന്നു ഈ സിനിമ കണ്ടപ്പോൾ. ജോജു ജോർജിന്റെ ഡബിൾ റോൾ ഒക്കെ വളരെ ഇഫക്റ്റീവ് ആയിരുന്നു. പ്ലാറ്റ്ഫോം നെറ്റ്ഫ്ലിക്സ്. നമ്പർ 14, വാൾവി. ഒരു മികച്ച ഡാർക്ക് കോമഡി ക്രൈം ത്രില്ലർ ആണ് മറാഠി ചിത്രമായ വാൾവി. ഒരു ബാലരമ കഥ പറയുന്നത് പോലെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകുന്ന നല്ലൊരു ചിത്രം. ലിറ്ററലി അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് നൽകിയ സിനിമയാണ്. പരേഷ് മോക്കാശിയാണ് സിനിമയുടെ സംവിധായകൻ. പടം C5-ലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡോണ്ട് മിസ് ഇറ്റ്. നമ്പർ 13, നൻപകൽ നേരത്ത് മയക്കം. ലിജോ ജോസ് പെല്ലിശ്ശേരിയും മമ്മൂട്ടിയും ഒന്നിച്ച ചിത്രം. ക്ലാസ് പടമാണ്, എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ കോമഡിയും വർക്കൗട്ട് ആയിട്ടുള്ള ഒരു പടമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓഫ് ബീറ്റ് ടൈപ്പ് അല്ലെങ്കിൽ ഒരു നമ്മൾ ഈ അവാർഡ് പടം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു സിനിമ ഹൗസ്ഫുൾ ആയിട്ടിരുന്ന് തിയേറ്ററിൽ ഇരുന്ന് കാണുന്നത്. അത് തന്നെ ഒരു വിപ്ലവമാണല്ലോ. പടം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. നമ്പർ 12,
പാർക്കിംഗ്. ലിറ്ററലി ഈ വർഷം അവസാനം കണ്ട സിനിമയാണ്. തിയേറ്ററിൽ പോയി പടം കാണാൻ പറ്റിയില്ല, കാണണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ഇവിടെ റിലീസ് ആയില്ലായിരുന്നു. OTT ഇന്നലെ വന്നപ്പോഴാണ് പടം കണ്ടത്. സോ ഇതിന്റെ സെപ്പറേറ്റ് റിവ്യൂ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. തമിഴിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അയ്യപ്പൻ കോശി ടൈപ്പ് പടം എന്ന് പറയാം. ഒരു ചെറിയ പ്രശ്നത്തിൽ നിന്ന് തുടങ്ങി ഈഗോ ക്ലാഷ് മൂലം ഒരു ഭ്രാന്തമായ സിറ്റുവേഷനിലേക്ക് മനുഷ്യർ എങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞ സിനിമയാണിത്. ഒരു സൈക്കോ ത്രില്ലറിന്റെ ലെവലിൽ ഇതിന്റെ പശ്ചാത്തല സംഗീതവും മേക്കിങ്ങും ഒക്കെ ഒരുക്കി പടം വേറെ ലെവലാക്കിയിട്ടുണ്ട്. സംവിധാനം രാംകുമാർ ബാലകൃഷ്ണനാണ്. ഹോട്ട്സ്റ്റാറിൽ സിനിമ അവൈലബിൾ ആണ്, മിസ് ചെയ്യരുത്. നമ്പർ 11 ആത്മ പാംഫലറ്റ്. അതിമനോഹരമായിട്ടുള്ള ഒരു മറാഠി ഫീൽ ഗുഡ് സിനിമയാണിത്. 90s കിഡ്സിന് വൻ നൊസ്റ്റാൾജിയ സമ്മാനിക്കുന്ന സിനിമയാണ്. കുറച്ച് സ്കൂൾ കുട്ടികളുടെ ലൈഫ് സിമ്പിൾ ആയി കാണിച്ച് വലിയ കാര്യങ്ങൾ പറഞ്ഞ പടം. ജാതി, മതം, പൊളിറ്റിക്സ് അങ്ങനെ വേർതിരിവുകളൊക്കെ കുട്ടികളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ നിഷ്കളങ്കമായിട്ടുള്ള മനസ്സിൽ ഇതൊന്നും ബാധകമല്ല എന്നുള്ളത് ഭയങ്കര രസമായിട്ട് നല്ല നർമ്മ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് പറഞ്ഞൊരു സിനിമയാണ്. ആശിഷ് അവിനാഷ് ബന്ദയാണ് സിനിമയുടെ സംവിധായകൻ. പടം C5 അവൈലബിൾ ആണ്. നമ്പർ 10 കണ്ണൂർ സ്ക്വാഡ്. ഈ വർഷത്തെ ഒരു മികച്ച മലയാളം ക്രൈം ത്രില്ലർ സിനിമ. കേരള പോലീസിന്റെ ഒരു റിയൽ സ്റ്റോറി ബേസ് ചെയ്തു വന്ന സിനിമയാണ്. നോർത്ത് ഇന്ത്യയിലൂടെയുള്ള ആ ഒരു യാത്ര തന്നെ ത്രില്ലിംഗ് ആയിരുന്നു. മമ്മൂട്ടി പൊളിയായിരുന്നു. കൂടെയുള്ളവരും വില്ലന്മാരും എല്ലാവരും കിടിലനായിരുന്നു. റോബി വർഗീസ് ആണ് സിനിമയുടെ സംവിധായകൻ. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. നമ്പർ 9 പോർതൊഴിൽ. പോയ വർഷത്തെ തമിഴിൽ നിന്നുള്ള മികച്ച ഒരു സീരിയൽ കില്ലർ ത്രില്ലർ സിനിമയാണിത്. ശരത് കുമാർ, അശോക് ശെൽവൻ, നിഖില വിമൽ എന്നിവർ പൊളിച്ചെങ്കിലും മലയാളത്തിൽ നിന്നുള്ള സുനിൽ സുഗത ഞെട്ടിച്ച പടമാണിത്. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന ത്രില്ലർ സിനിമയാണ്. സോണി ലിവിലാണ് ഈ പടം സ്ട്രീം ചെയ്യുന്നത്. നമ്പർ 8 RDX. ഒരു കിടിലൻ ആക്ഷൻ ത്രില്ലർ. ഈ സിനിമയിലെ അടി ഒരു രക്ഷയില്ല. വിവിധ തരം അടികൾ ഇത്രയധികം ആസ്വദിച്ച് കണ്ട മറ്റൊരു സിനിമ ഉണ്ടായിട്ടില്ലെന്ന് പറയാം. മലയാളത്തിലെ ആക്ഷൻ പടങ്ങൾക്ക് ഒരു ബെഞ്ച് മാർക്ക് നൽകിയ സിനിമ കൂടിയാണ്. ഇതിന് മേലെ ഇനി ആക്ഷൻ കാണിച്ചു വേണം ഇനി വരുന്ന സിനിമകൾക്ക് പയറ്റാൻ വേണ്ടിയുള്ളത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ പടം അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 7 ജിഗർ താണ്ട XX. സിനിമയ്ക്കുള്ളിലെ സിനിമ പറഞ്ഞ കാർത്തിക് സുബരാജിന്റെ ഒരു ക്ലാസ് സിനിമയാണ്. ഫസ്റ്റ് പാർട്ട് ലൈറ്റ് ആയിരുന്നെങ്കിൽ ഈ സെക്കൻഡ് പാർട്ട് ഹെവി ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ലോറൻസിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ്, SJ സൂര്യ, നിമിഷ സജയൻ എന്നിവരും തകർത്തു. സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. നമ്പർ 6 വിടുതലൈ പാർട്ട് 1. മറ്റൊരു വെട്രിമാരൻ വിസ്മയം. കാടിനുള്ളിൽ സർവീസിനെത്തുന്ന ഒരു പോലീസുകാരന്റെ കാഴ്ചയിലൂടെ അവിടുത്തെ ഭീകരമായ പൊളിറ്റിക്സ് സംസാരിച്ച സിനിമയാണ്. സൂര്യയുടെ കിടിലൻ പെർഫോമൻസ്, ഇളയരാജയുടെ മ്യൂസിക്, ഫസ്റ്റിലെ ആ ഒരു സിംഗിൾ ഷോട്ട് ട്രെയിൻ അപകട സീന്, വിജയ് സേതുപതിയുടെ മികച്ച വേഷം, അങ്ങനെ ഒരു ക്ലാസിക് പടം എന്ന് തന്നെ പറയാം. സിനിമ C5 കാണാൻ കഴിയും. നമ്പർ 5 സപ്തസാഗര ദാച്ചയല്ലോ. മനസ്സിനെ വല്ലാതെ സ്പർശിച്ച ഒരു മികച്ച കന്നഡ പ്രണയ ചിത്രമാണിത്. ഇന്ത്യൻ സിനിമ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ ഒരു റൊമാൻറ്റിക് സിനിമയ്ക്ക് 2 ഭാഗങ്ങൾ വന്ന സിനിമയാണ്. സൈഡ് Aയും സൈഡ് Bയും. സംഗീത സാന്ദ്രമായ സിനിമ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ മിസ് ചെയ്യരുത്. ഫസ്റ്റ് പാർട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ ലഭ്യമാണ്. നമ്പർ 4 നേര്. ദൃശ്യം സമ്മാനിച്ച് കൃത്യം 10 വർഷങ്ങൾക്ക് ശേഷം ജിത്തു ജോസഫും മോഹൻലാലും നൽകിയ മറ്റൊരു ഗംഭീര സിനിമ. മോഹൻലാലിന്റെ തിരിച്ചുവരവ് എന്ന് ആരാധകർ ഒന്നടങ്കം പറയുന്ന സിനിമയാണ്. പടത്തിൽ മോഹൻലാലിനെ മാസ് ഹീറോ ആയിട്ടോ അല്ലെങ്കിൽ ഗംഭീര ഇൻട്രോ അങ്ങനെയൊന്നും നൽകി അവതരിപ്പിച്ചിട്ടില്ല. ഒരു സാധാരണ കഥാപാത്രമായിട്ടാണ് വരുന്നത്. അനശ്വര രാജന്റെ കിടിലൻ പെർഫോമൻസ് എടുത്തു തന്നെ പറയണം. സിദ്ദിഖും ഞെട്ടിച്ചു. പടം ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു മാസ്റ്റർ പീസ് തന്നെയാണ് നേര്. നമ്പർ 3 ചിത്ത. കഴിഞ്ഞ വർഷം ഏറ്റവും ഡിസ്റ്റർബ് ചെയ്യിച്ച ഒരു കിടിലൻ തമിഴ് ചിത്രം. ഒരല്പം മാനസികമായ തയ്യാറെടുത്ത് കാണേണ്ട ഒരു സിനിമയാണ്. അത്രയ്ക്ക് ഡിസ്റ്റർബിംഗ് ആണ് പടം. സിദ്ധാർത്ഥ് എന്ന നടൻ എന്തൊരു റേഞ്ചുള്ള ആക്ടർ ആണെന്ന് തെളിയിച്ച ഒരു സിനിമയാണ്. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. നിമിഷ സജയനും ആ കുട്ടിയും എല്ലാവരും പൊളി. പാട്ടുകളും മനോഹരം. തമിഴിൽ നിന്ന് ഈ വർഷം വന്ന ഒരു മാസ്റ്റർ പീസാണ് ചിത്ത. സിനിമ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്പർ 2 കാതൽ ദ കോർ. ഈ വർഷം മമ്മൂട്ടി ഞെട്ടിച്ച സിനിമ. മെയിൻ സ്ട്രീമിൽ അങ്ങനെ അധികം പറയാതെ പോകുന്ന ഒരു വിഭാഗം മനുഷ്യരെ റെപ്രസെന്റ് ചെയ്ത് മാത്യു ദേവസി എന്ന കഥാപാത്രത്തെ മമ്മൂട്ടി അവിസ്മരണീയമാക്കിയിട്ടുണ്ട്. ജ്യോതിക, സുധി കോഴിക്കോട് എന്നിവരുടെ പ്രകടനവും എടുത്തു തന്നെ പറയണം. ഇമോഷണൽ ആയിട്ടുള്ള ഈ ഫാമിലി ഡ്രാമ ജിയോ ബേബി സംവിധാനം ചെയ്ത മലയാളത്തിൽ നിന്നുള്ള ഒരു ക്ലീഷേ ബ്രേക്കിംഗ് മാസ്റ്റർ പീസ് തന്നെയാണ്. സിനിമ തിയേറ്ററിലാണ് ഇപ്പോൾ ഉള്ളത്. ഉടൻ തന്നെ OTT റിലീസ് ഉണ്ടാവുന്നതായിരിക്കും. ഇനി ഈ വർഷത്തെ നമ്പർ 1 സിനിമ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ഹിന്ദി ചിത്രമാണ് നമ്പർ 1 ആയിട്ട് വന്നിട്ടുള്ളത്. വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത 12th ഫെയിൽ. സ്വപ്നങ്ങൾ കാണുന്ന, അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് ഒരു ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു ഗംഭീര മാസ്റ്റർ ക്ലാസ് ചിത്രം. വിക്രാന്ത് മാസെ എന്ന നടന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. അദ്ദേഹത്തിന് ഒരു നാഷണൽ അവാർഡൊക്കെ ഞാൻ ഈ സിനിമയിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. നായികയായിട്ട് വന്ന മേധാ ശങ്കർ, കൂട്ടുകാരൻ പ്രീതമായിട്ട് വന്ന അനന്ത് വി ജോഷി, എല്ലാവരുടെയും പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു. സീൻ ബൈ സീൻ മാസ്റ്റർ പീസ് ആണെന്ന് പറയേണ്ട സിനിമ. കാണാത്തവർ തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കണം. പടം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയുമാണ് ഈ വർഷത്തെ ഞാൻ കണ്ട മികച്ച 20+10 ഇന്ത്യൻ സിനിമകൾ. ഇത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ലിസ്റ്റാണ്. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഈ വർഷത്തെ സിനിമകൾ ഏതാണെന്ന് കമന്റിൽ കൂടി രേഖപ്പെടുത്തുമല്ലോ. ഞാൻ കാണാതെ പോയ ചില നല്ല സിനിമകൾ കൂടിയുണ്ട്, അതും കൂടി ഓർമ്മപ്പെടുത്തിയാൽ നന്നായിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു 2024 ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു.